നമസ്കാരം. പ്രധാന വാർത്തകൾ. മലപ്പുറം തേഞ്ഞിപ്പാലം കോഹിനൂരിൽ നിർത്തിയിട്ട ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറിയ അപകടം. പന്നിത്തടം സ്വദേശികളായ ദമ്പതികളും ഇവരുടെ ബന്ധുവും ഉൾപ്പെടെ 3 പേർ മരിച്ചു. പന്നിത്തടം നീണ്ടൂർ കോട്ടപ്പുറത്ത് വീട്ടിൽ ഇബ്രാഹിമിന്റെ മകൻ ഷാഹിദ്, ഭാര്യ ഷഹീന, ബന്ധു ആലങ്കോട് സ്വദേശി ജഹാന എന്നിവരാണ് മരിച്ചത്. പോർക്കളേങ്ങാട് അയ്യപ്പ ക്ഷേത്രത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. ഇഞ്ചിക്കുന്ന് ആലിക്കൽ വീട്ടിൽ 43 വയസ്സുള്ള നിഷാദാണ് മരിച്ചത്. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശൂന്യവേള അനുവദിക്കാത്തതിനെ ചൊല്ലി കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ വീണ്ടും ബഹളം. തെരുവുനായ ആക്രമണത്തെ സംബന്ധിച്ച് ചർച്ച അനുവദിക്കാത്തതിനെ തുടർന്ന് RMP കൌൺസിലർമാർ പ്രതിഷേധിച്ചതാണ് ബഹളത്തിനിടയാക്കിയത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരം ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കടുത്ത വാദപ്രതിവാദവും ബഹളവും. 1 മണിക്കൂറിലധികം നീണ്ട പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്കൊടുവിൽ ഫുട്ബോൾ ആരാധകർക്കായി ഇത്തവണയും ഗുരുവായൂർ ടൗൺ ഹാളിൽ ബിഗ് സ്ക്രീനിൽ ലോകകപ്പ് മത്സരം പ്രദർശിപ്പിക്കാൻ കൌൺസിൽ തീരുമാനിച്ചു. കന്നുകാലികളുടെ വരവ് കുത്തനെ കുറഞ്ഞതോടെ ബീഫ് വിലയിൽ വൻ വർധനവ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകാലി വിതരണം തടസ്സപ്പെട്ടതാണ് വിപണിയിൽ പെട്ടെന്നുള്ള വിലക്കയറ്റത്തിന് കാരണം. വിലക്കയറ്റവും കന്നുകാലികളുടെ ക്ഷാമവും മൂലം കനത്ത നഷ്ടം നേരിടുന്ന സാഹചര്യത്തിൽ ബീഫ് വിൽപ്പന താൽക്കാലികമായി നിർത്തേണ്ട അവസ്ഥയെന്ന് വ്യാപാരികൾ. വാർത്തകൾ വിശദമായി. മലപ്പുറം തേഞ്ഞിപ്പാലം കോഹിനൂരിൽ വെച്ചുണ്ടായ അപകടത്തിൽ പന്നിത്തടം സ്വദേശികളായ ദമ്പതികളും ഇവരുടെ ബന്ധുവും ഉൾപ്പെടെ 3 പേർ മരിച്ചു. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. പന്നിത്തടം നീണ്ടൂർ കോട്ടപ്പുറത്ത് വീട്ടിൽ ഇബ്രാഹിമിന്റെ മകൻ ഷാഹിദ്, ഭാര്യ ഷഹീന, ഇവരുടെ ബന്ധു ആലങ്കോട് സ്വദേശി ജഹാന എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. പ്രവാസിയായ ഷാഹിദ് 2 ആഴ്ച മുമ്പാണ് നാട്ടിലെത്തിയത്. ഇന്നലെ രാവിലെയാണ് ബന്ധുക്കളോടൊത്ത് 2 കാറുകളിലായി വിനോദയാത്രയ്ക്ക് പോയത്. കോഴിക്കോട് ബീച്ച് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കണ്ടു മടങ്ങിവരുന്ന വഴിയാണ് അപകടമുണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കനത്ത മഴയാണ് അപകടത്തിനിടയാക്കിയത്. നിയന്ത്രണം വിട്ട കാർ ലോറിക്കടിയിലേക്ക് ഇടിച്ചു കയറി. കാർ പൂർണ്ണമായും തകർന്നു. പോലീസും ഫയർഫോഴ്സും മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് 3 പേരെയും പുറത്തെടുത്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ഇവരുടെ മക്കൾ ബന്ധുക്കളോടൊപ്പം പുറകിലുണ്ടായിരുന്ന കാറിലായിരുന്നു. മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. പോർക്കളേങ്ങാട് അയ്യപ്പ ക്ഷേത്രത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. ഇഞ്ചിക്കുന്ന് ആലിക്കൽ വീട്ടിൽ 43 വയസ്സുള്ള നിഷാദാണ് മരിച്ചത്. ഇഞ്ചിക്കുന്ന് അമ്പലം പള്ളിയിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ മേൽക്കൂരയുടെ പാത്തി വൃത്തിയാക്കുന്നതിനിടയിലാണ് നിഷാദിന് ഷോക്കേറ്റത്. അപകടം നടന്നയുടൻ നിഷാദിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹം തുടർ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഷീജ ഭാര്യയും രാഹുൽ, അപർണ എന്നിവർ മക്കളുമാണ്. ശൂന്യവേള അനുവദിക്കാത്തതിനെ ചൊല്ലി കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ വീണ്ടും ബഹളം. തെരുവുനായ ആക്രമണത്തെ സംബന്ധിച്ച ചർച്ച അനുവദിക്കാത്തതിനെ തുടർന്ന് RMP കൌൺസിലർമാർ പ്രതിഷേധിച്ചതാണ് ബഹളത്തിനിടയാക്കിയത്. ചെയർപേഴ്സന്റെ ഭാഗത്തുനിന്നുള്ള നടപടി ശരിയല്ലട്ടോ. യോഗത്തിൽ അജണ്ട വായിക്കുന്നതിന് മുമ്പ് സംസാരിക്കാനായി RMPയുടെ സോമൻ ചെറുകുന്ന എഴുന്നേറ്റതോടെ അടിയന്തര കൌൺസിലിൽ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് ചെയർപേഴ്സൺ നിലപാടെടുത്തതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. ചൊവ്വന്നൂരിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തെരുവുനായ ആക്രമണം സംബന്ധിച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു RMP അംഗങ്ങളുടെ ആവശ്യം. ശൂന്യവേള അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് RMP കൌൺസിലർമാരായ സോമൻ ചെറുകുന്ന, PK ബിനീഷ് എന്നിവർ ചെയർപേഴ്സന്റെ മേശയ്ക്ക് മുന്നിലെത്തി പ്രതിഷേധിച്ചു. ഇതോടെ മറ്റ് ഭരണപക്ഷ കൌൺസിലർമാരും എഴുന്നേറ്റ് സംസാരിക്കാൻ ആരംഭിച്ചതോടെ യോഗം ബഹളത്തിൽ മുങ്ങി. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജനപ്രതിനിധികളെ സജ്ജരാക്കുന്നതിനുള്ള ക്യാമ്പയിൻ സംബന്ധിച്ച ഒരു വിഷയം മാത്രമാണ് വെള്ളിയാഴ്ച ചേർന്ന പ്രത്യേക കൌൺസിൽ യോഗത്തിന്റെ അജണ്ടയിലുണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ച മറ്റ് അറിയിപ്പുകൾ കൌൺസിലർമാർക്ക് നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ബഹളങ്ങൾക്കിടെ കൌൺസിൽ യോഗം പിരിച്ചുവിടുകയായിരുന്നു. കഴിഞ്ഞ മെയ് 30-നാണ് ചൊവ്വന്നൂർ വിളക്കുംതറയ്ക്ക് സമീപം വീട്ടമ്മ ഉൾപ്പെടെ 3 പേരെ തെരുവുനായ കടിച്ചത്.
നായയ്ക്ക് പിന്നീട് പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. വിഷയത്തിൽ പേവിഷബാധ പരിശോധന നടത്തുകയല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടായില്ലെന്നും കാലങ്ങളായി ഉന്നയിക്കുന്ന വിഷയമായിട്ടും നഗരസഭ ചെറുവിരൽ അനക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി മുന്നോട്ടു പോകേണ്ടി വരുന്നതെന്നും RMP അംഗങ്ങൾ പറഞ്ഞു. പേവിഷബാധയേറ്റ നായ ആളുകളെ കടിച്ചതിനെ തുടർന്ന് നഗരസഭയുടെ ഭാഗത്ത് ഈ നായയെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമല്ലാതെ ഒരു നടപടിയും ചെയ്യാൻ വേണ്ടി നഗരസഭ തയ്യാറായില്ല. അതിനുശേഷം ജനറൽ കൗൺസിലേഴ്സ് ബഹുമാനപ്പെട്ട കളക്ടറെ കാണുകയും പരാതി കൊടുക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ മൃഗസംരക്ഷണ വകുപ്പിനോടും തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്ന രീതിയിൽ സെക്രട്ടറിയോടും ഉത്തരവ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ ഇടപെട്ടത്. കളക്ടർ ചോദിച്ചത് ഇവിടെ ABC പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടോ, അതിനുള്ള കാര്യങ്ങൾ എന്താണ് ചെയ്യാത്തത്, ഇത്തരം കാര്യങ്ങളാണ്. കാലങ്ങളായി നമ്മൾ പറയുന്ന ഒരു വിഷയമാണ് തെരുവുനായ്ക്കളുടെ ശല്യം, അതുപോലെ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളൊക്കെ. പക്ഷെ നഗരസഭ ചെറുവിരൽ അനക്കാൻ തയ്യാറാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സമരവുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരുന്നത്. അതേസമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ യോഗം ബോധപൂർവം തടസ്സപ്പെടുത്താനാണ് RMP അംഗങ്ങൾ ശ്രമിച്ചതെന്നും പരിസ്ഥിതിക്കും പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമായ പദ്ധതികൾ കുന്നംകുളം നഗരസഭയിൽ ചർച്ച ചെയ്യുക പോലും അരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെയാണ് അവർ പ്രവർത്തിക്കുന്നതെന്നും നഗരസഭാ ചെയർപേഴ്സൺ പ്രതികരിച്ചു. ഇന്നത്തെ കൗൺസിലിലെ അവർ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ തെരുവുനായുമായി ബന്ധപ്പെട്ടാണ്. 2 ദിവസം മുമ്പ് കുന്നംകുളത്ത് 2-3 വാർഡുകളിലായിട്ടൊരു തെരുവുനായ വിഷം ഇളകി എന്നുള്ളതൊക്കെ പിന്നീട് ടെസ്റ്റ് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞു. തെരുവുനായ കുറച്ചുപേരെ കടിച്ചു എന്നുള്ളൊരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോൾ തന്നെ ആ നായയെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തെരുവുനായെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യം നഗരസഭ ഒരുക്കി. അതോടൊപ്പം തന്നെ ഈ തെരുവ് നായ്ക്കൾക്ക് കുത്തിവെപ്പ് നൽകുന്നതിനുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നഗരസഭ ചെയ്തിട്ടുള്ളതാണ്. കൃത്യമായി ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭ അതിന് വേണ്ട നടപടികൾ എടുത്തിട്ടുള്ളതാണ്. നിലവിൽ എന്താണ് നഗരസഭയ്ക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നടപടികളെല്ലാം നിലവിൽ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വിഷയം കൃത്യമായി അത് പരിഹരിച്ചിട്ടുള്ളതാണ്. എങ്കിലും ആ ഒരു വിഷയം ആവശ്യമില്ലാതെ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യേണ്ട കൗൺസിൽ ഇന്ന് RMP കൗൺസിലർമാരെ അലങ്കോലപ്പെടുത്തിയിട്ടുള്ളത്. എരുമപ്പെട്ടിയിൽ ഇലക്ട്രിക് വർക്ക്ഷോപ്പിൽ തീപിടുത്തം. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 തീപിടുത്തമുണ്ടായത്. 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കടങ്ങോട് റോഡ് സെന്ററിൽ ITC റോഡിൽ പ്രവർത്തിക്കുന്ന പാറയ്ക്കൽ ഇലക്ട്രിക്സ് വർക്ക്ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത്. തീയും പുകയും ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട പരിസരവാസികൾ ഉടമയെ വിവരമറിയിച്ചു. തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഷോപ്പിലെ വൈദ്യുതി ലൈനിൽ വന്ന ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. റിപ്പയറിംഗ് കഴിഞ്ഞ് സൂക്ഷിച്ചിരുന്ന മോട്ടോറുകൾ, മിക്സികൾ, ഫാനുകൾ ഉൾപ്പെടെയുള്ള വൈദ്യുതി ഉപകരണങ്ങൾ കത്തിനശിച്ചു. ഇന്നലെ വരുമ്പോൾ കടയിൽ അത് തീപിടുത്തങ്ങളായിരുന്നു. 1:30 സമയത്തായിരുന്നു ഉണ്ടായത്. കടയിലുണ്ടായിരുന്ന മെഷീൻസുകൾ കുറേ നഷ്ടപ്പെട്ടു. കടയിലുള്ള പണി കഴിഞ്ഞ ഉപകരണങ്ങളും കുറേ മോട്ടറുകൾ, മിക്സി, ഫാനുകൾ, കുറേ ഉപകരണങ്ങളുണ്ടായിരുന്നു. പണി കഴിഞ്ഞിട്ട് ഗോഡൗണിൽ കൊണ്ടുവച്ചതായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കത്തി നഷ്ടപ്പെട്ടു. പിന്നെ രാത്രി വരുമ്പോൾ ഫയർഫോഴ്സ് വന്നിട്ടാണ് എല്ലാം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വരുമ്പോഴാണ് ഇതെല്ലാം അറിയുന്നത്. ഇങ്ങനെയാണ് സംഭവിച്ചത്. പവർ സർക്യൂട്ട് കാരണമാണ് ഉണ്ടായിട്ടുള്ളത്. കുറേ മെഷീൻസുകൾ കുറേ നഷ്ടപ്പെട്ടു പോയി. ലോകകപ്പ് ഫുട്ബോൾ മത്സരം ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കടുത്ത വാദപ്രതിവാദവും ബഹളവും. 1 മണിക്കൂറിലധികം നീണ്ട പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്കൊടുവിൽ ഫുട്ബോൾ ആരാധകർക്കായി ഇത്തവണയും ഗുരുവായൂർ ടൗൺഹാളിൽ ബിഗ് സ്ക്രീനിൽ ലോകകപ്പ് മത്സരം പ്രദർശിപ്പിക്കാൻ കൌൺസിൽ തീരുമാനിച്ചു. കൌൺസിലിന്റെ അജണ്ടകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ബിഗ് സ്ക്രീൻ പ്രദർശനത്തിനെതിരെ UDF നൽകിയ കത്തുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷം ചർച്ചയ്ക്ക് തുടക്കമിട്ടതാണ് ബഹളത്തിന് കാരണമായത്. അജണ്ടയിൽ ഇല്ലാത്ത വിഷയം ഉന്നയിച്ചത് ചട്ടവിരുദ്ധമാണെന്ന് UDF, BJP അംഗങ്ങൾ ആരോപിച്ചു. കോൺഗ്രസിലെ ആൻഡോ തോമസാണ് കത്ത് നൽകിയതെന്ന് ഭരണപക്ഷം സംശയം പ്രകടിപ്പിച്ചെങ്കിലും താൻ അങ്ങനെയൊരു കത്ത് നൽകിയിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തുടർന്ന് ചെയർപേഴ്സൺ സുനിത അരവിന്ദന്റെ നിർദ്ദേശപ്രകാരം ക്ലർക്ക് കത്ത് വായിച്ചപ്പോഴാണ് അത് പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് നൽകിയതാണെന്ന് വ്യക്തമായത്. ഇതോടെ ആൻഡോ തോമസിനെതിരെ തെറ്റായ പരാമർശം നടത്തിയതിന് ചെയർമാൻ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ബഷീർ പൂക്കോടിന്റെ നേതൃത്വത്തിൽ UDF അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി. പിന്നാലെ ഭരണപക്ഷവും നടുത്തളത്തിലിറങ്ങിയതോടെ യോഗം കടുത്ത ബഹളത്തിൽ കലാശിച്ചു. BJPയിലെ ശോഭാ ഹരിനാരായണൻ നടത്തിയ പരാമർശങ്ങളെ ചൊല്ലിയും ഭരണപക്ഷവുമായി തർക്കമുണ്ടായി. ഏറെ നേരത്തെ ബഹളത്തിന് ശേഷം അംഗങ്ങൾ സീറ്റുകളിലേക്ക് മടങ്ങി. ഗുരുവായൂർ ഫുട്ബോൾ അക്കാദമി നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭയുമായി സഹകരിച്ച ബിഗ് സ്ക്രീൻ പ്രദർശനം നടത്താൻ തീരുമാനിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി. പ്രദർശനവുമായി നഗരസഭ മുന്നോട്ടു പോകുമെന്നും ഇതിനായി നേരിട്ട് സ്വാഗത സംഘം വിളിക്കുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചതോടെയാണ് തർക്കങ്ങൾക്ക് സമവായമുണ്ടായത്.
കഴിഞ്ഞ ദിവസങ്ങളിലെ ബിഗ് സ്ക്രീൻ വിവാദവുമായി ബന്ധപ്പെട്ട പോലീസ് കേസുകളിൽ ഉൾപ്പെട്ടവർ ഇന്നത്തെ കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ല. തങ്ങളെ കയ്യേറ്റം ചെയ്തതായി നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ നൽകിയ പരാതിയിൽ പ്രതികളായ CPM കൌൺസിലർമാരായ AS മനോജ്, എറിൻ ആന്റണി എന്നിവരാണ് യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത്. ഇവർക്കെതിരെ പരാതി നൽകിയ സെക്രട്ടറി അഭിലാഷ് കുമാറും കൌൺസിലിൽ ഉണ്ടായിരുന്നില്ല. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാറിനെ കയ്യേറ്റം ചെയ്ത കൌൺസിലർമാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് K. കാളിദാസ്, ജില്ലാ സെക്രട്ടറിമാരായ യദുകൃഷ്ണൻ, അജിത് മുതുവട്ടൂർ, മണ്ഡലം പ്രസിഡന്റ് ഗൌതം രവി എന്നിവരാണ് അറസ്റ്റിലായത്. നഗരസഭയിൽ കൌൺസിൽ യോഗം നടക്കുന്നതിനിടയിലാണ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചെത്തിയത്. ഗേറ്റിനു മുന്നിൽ പോലീസ് ഇവരെ തടഞ്ഞ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കൌൺസിൽ കഴിഞ്ഞതിനു ശേഷം ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചു. കൌൺസിൽ കഴിയുന്നതുവരെ നഗരസഭാ ഓഫീസിന് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് നക്ഷത്ര റോഡിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് മരം വീണ അപകടം. വ്യാഴാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. കൊരട്ടിക്കര സ്വദേശി വലിയ പീടികയിൽ മുഹമ്മദ് കോയയുടെ ഓട്ടോറിക്ഷയാണ് തകർന്നത്. ബന്ധുവിന്റെ വീട്ടിലേക്ക് എത്തിയതായിരുന്നു മുഹമ്മദ് കോയ. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന മരമാണ് കടപുഴകി വീണത്. മരം വീണതിനെ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. നാട്ടുകാർ ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പുന്നേർകുളം മാലാപ്പാലം വൈദ്യുത ശ്മശാനം പ്രവർത്തിക്കാതെ താൽപര്യമില്ലാത്ത UDF ഭരണസമിതി പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനാണ് ശ്രമിക്കുന്നതെന്ന് CPIM പ്രാദേശിക നേതൃത്വം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ആലാപ്പാലത്ത് പ്രവർത്തിക്കുന്ന ആധുനിക വാതക ശ്മശാനത്തിലെ ക്രിമിറ്റോറിയം, ഫർണസ്, ചിമ്മിനി എന്നിവ സ്ഥാപിക്കുമ്പോൾ എംപാനൽ ഏജൻസികൾ ശുചിത്വ മിഷൻ പ്രോട്ടോകോൾ പാലിച്ചിരിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. അല്ലാത്തപക്ഷം നിർവഹണ ഏജൻസിയുടെ എംപാനൽ ലൈസൻസ് റദ്ദ് ചെയ്യാനുള്ള അധികാരം ശുചിത്വ മിഷനുണ്ട്. ഇപ്പോൾ നടക്കുന്ന പ്രചരണമനുസരിച്ച് ശ്മശാന നിർമ്മാണം ശുചിത്വ മിഷന്റെ പ്രോട്ടോകോൾ പ്രകാരമല്ല നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് ആരോപണം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് റെയ്ഡ്കോ എന്ന എംപാനൽ ഏജൻസിയുടെ ശുചിത്വ മിഷൻ അംഗീകാരം റദ്ദ് ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെടാത്തതെന്ന് വ്യക്തമാക്കണമെന്ന് CPM ആവശ്യപ്പെട്ടു. ശുചിത്വ മിഷന്റെ 16 നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ടാണ് ക്രിമിറ്റോറിയം നിർമ്മാണം ഏജൻസിക്ക് എംപാനൽ അംഗീകാരം നൽകുന്നത്. ശുചിത്വ മിഷൻ നിബന്ധനകൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായല്ല നിർമ്മാണം നടന്നത് എന്നു പറയുന്ന ഭരണസമിതി എന്തുകൊണ്ടാണ് ഈ ഏജൻസിയുടെ അംഗീകാരം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെടാത്തത്? ശ്മശാനം തുറന്നു പ്രവർത്തിക്കാൻ താൽപ്പര്യമില്ലാത്ത UDF ഭരണസമിതി പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനാണ് ശ്രമിക്കുന്നത്. പുന്നയൂരിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്ന ആധുനിക വാതക ശ്മശാനം കഴിഞ്ഞ LDF ഭരണസമിതിയാണ് നടപ്പിലാക്കിയത്. ഇതുകൊണ്ടുതന്നെ ശ്മശാനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് വരുത്തി തീർക്കാനുള്ള UDF ഭരണസമിതിയുടെ രാഷ്ട്രീയ താൽപ്പര്യം തിരിച്ചറിയണമെന്നും വ്യാജ പ്രചരണങ്ങൾ തള്ളിക്കളയണമെന്നും CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം TV സുരേന്ദ്രൻ, പുന്നയൂർ നോർത്ത് ലോക്കൽ സെക്രട്ടറി MA വഹാബ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KV അബ്ദുൾ കരീം, TM വിക്രമൻ, VK ഇർഷാദ്, TS സജീഷ് എന്നിവർ ആവശ്യപ്പെട്ടു. ഈ റിപ്പോർട്ട് പഞ്ചായത്ത് കിട്ടിയിട്ട് 15 ദിവസമായതാണ് നമ്മുടെ ഒരു അറിവ്. ഈ 15 ദിവസത്തിനിടയ്ക്ക് ഒരു നടപടിയും അവർ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്താണ് നടപ്പാക്കിയത് എന്നതുകൊണ്ട് ആ ശ്മശാനം എന്നേക്കുമായി ഏതെങ്കിലും നിലയിലുള്ള അപവാദങ്ങൾ പറഞ്ഞ്, കാരണങ്ങൾ പറഞ്ഞ്, തട്ടുമുട്ട് ന്യായങ്ങൾ പറഞ്ഞ് അടച്ചിടുക എന്നതാണ് ലക്ഷ്യം. അതിൽ നിന്ന് ഭരണസമിതി പിന്മാറണമെന്നും ഈ ഏജൻസി ഏതെങ്കിലും നിലയിലുള്ള തകരാറുകൾ നിർമ്മാണ പ്രവൃത്തിയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ എംപാനൽ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും CPIM ആവശ്യപ്പെടുകയാണ്.
കേച്ചേരിയിൽ KSRTC ബസും ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം ഒരാൾക്ക് പരിക്കേറ്റു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കേച്ചേരി പാലത്തിന് സമീപം വെള്ളിയാഴ്ച പുലർച്ചെ 5:25 അപകടം. ലോറി ഡ്രൈവർ കൊണ്ടോട്ടി പള്ളിക്കൽ സ്വദേശി യാസിന്റെ മകൻ യൂനസിന് പരിക്കേറ്റു. തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസും എതിർദിശയിൽ നിന്നും വന്നിരുന്ന പാഴ്സൽ ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട KSRTC ബസ് റോഡരികിൽ ഒതുക്കി നിർത്തിയിരുന്നു. ഓട്ടോറിക്ഷയിലിടിച്ചു. പരിക്കേറ്റ യൂനസിനെ കേച്ചേരി ആക്ട്സ് പ്രവർത്തകർ മുളങ്കുന്നത്തകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോറിക്ഷ പാതയോരത്ത് ഒതുക്കി നിർത്തി ഡ്രൈവർ ചായ കുടിക്കാൻ ഇറങ്ങിയ സമയത്തായിരുന്നു അപകടം. ഇതോടെ തലനാരിഴയ്ക്കാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടത്. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. KSRTC ബസിനും പാഴ്സൽ ലോറിക്കും കേടുപാടുകൾ സംഭവിച്ചു. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് 13-15 തീരദേശ വാർഡുകളിൽ 1.5 മാസമായി കുടിവെള്ളം മുടങ്ങിയെന്ന് പറഞ്ഞ് CPIM നടത്തിയ പ്രതിഷേധം പ്രഹസനമാണെന്ന് UDF മെമ്പർമാരായ നസീറ അഹമ്മദ്, ഷാനിഫ കിഴക്കത്തറ എന്നിവർ പറഞ്ഞു. കുടിവെള്ള ബുദ്ധിമുട്ട് നേരിടുന്നവരുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളെ സംഘടിപ്പിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി നുണപ്രചരണം അഴിച്ചുവിടുകയാണെന്നും ഇത്തരത്തിൽ വാർഡിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും UDF മെമ്പർമാർ കുറ്റപ്പെടുത്തി. പൊതു ടാപ്പിൽ ജലവിതരണം മുടങ്ങി എന്നത് യാഥാർത്ഥ്യമാണ്. അപ്രതീക്ഷിതമായി മോട്ടോർ പമ്പ് സെറ്റ് തകരാർ സംഭവിച്ചപ്പോൾ വലിയ തുക ചെലവ് വരുന്നതിനാൽ പരിഹാര നടപടികൾക്ക് കാലതാമസം നേരിട്ടു. എന്നാൽ ഈ കാലയളവിൽ 13-15 വാർഡിലെ മെമ്പർമാർ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി പഞ്ചായത്തിൽ നിന്ന് ടാങ്കറിൽ കുടിവെള്ളം എത്തിച്ച് പ്രശ്നം പരിഹരിച്ചുവെന്നും ഇത് മറച്ചുവെച്ച് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണ് CPM നടത്തിയതെന്ന് ഇവർ കുറ്റപ്പെടുത്തി. നിലവിൽ പമ്പ് സെറ്റിന്റെ തകരാർ പരിഹരിച്ചിട്ടുണ്ടെന്നും UDF മെമ്പർമാർ പറഞ്ഞു. പഞ്ചായത്ത് കുടിവെള്ളം മുട്ടി എന്നുള്ളത് ശരിയാണ്. അത് പൈപ്പ് ലൈൻ തകരാറ് മൂലം. എന്നാൽ അത് പഞ്ചായത്ത് ഭരണാധികാരികളെ അറിയിച്ച് അത് എത്രയും വേഗം തന്നെ അവർ വണ്ടി മുഖേന വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെയാണ് ആ വെള്ളം ഇവർക്ക് ഒന്നരാടത്തിൽ സപ്ലൈ ചെയ്തിരുന്നത്. എന്നാൽ അതൊരു രാഷ്ട്രീയ മുതലെടുപ്പ് എന്ന പോലെയാണ് മറ്റാളുകൾ ഈ പ്രതിഷേധം ഉണ്ടാക്കിയത്. തെറ്റായ പ്രതിഷേധമാണ് അവർ അറിയിച്ചിരുന്നത്. മോട്ടോർ കംപ്ലൈൻ്റായി അത് ശരിയാക്കാൻ കിട്ടുന്ന കാലതാമസം ഉണ്ടായതിൻ്റെ പേരിലുണ്ടായ ഒരു ചെറിയ വിഷയമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. വെള്ളം കിട്ടിയില്ല എന്ന് ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ഭരണസമിതിയിലുണ്ടായിരുന്നത്. CPM-ൻ്റെ LDF-ൻ്റെ ഭരണസമിതിയിലുണ്ടെന്ന ആളുകൾ ഇവിടെ പ്രതിഷേധമായി വന്നിരുന്നത്. ഇവിടെ ഇന്ന് അതിനുശേഷം ഇപ്പോൾ വെള്ളം വളരെ സുഖമായി ലഭിക്കുന്നുണ്ട്. തീർച്ചയായും അത് അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് ഇവിടുത്തെ ഗുണഭോക്താക്കൾക്ക് എല്ലാവർക്കും അറിയാം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു പ്രതിഷേധം അവർ നടത്തിയെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കോടികൾ ചിലവഴിച്ച് കിഫ്ബി പദ്ധതിയിലൂടെ നവീകരിച്ച അക്കിക്കാവ് കടങ്ങോട് എരുമപ്പെട്ടി റോഡിൽ മഴയുടെ തുടക്കത്തിൽ തന്നെ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. ചെറിയൊരു മഴ പെയ്താൽ പോലും പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ആവശ്യത്തിന് കാനകളില്ലാത്തതിനാൽ ഉയർന്ന ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കുമാണ് എത്തുന്നത്. ഇത് പ്രദേശവാസികളെയും ഇതുവഴി യാത്ര ചെയ്യുന്നവരെയും ഏറെ ദുരിതത്തിലാക്കുകയാണ്. ഇതുവഴിയുള്ള കാൽനട യാത്ര പോലും ദുരിതത്തിലായി. ചില സ്ഥലങ്ങളിലെ കാനകളിൽ മാലിന്യം നിറഞ്ഞും പുൽക്കാടുകൾ നിറഞ്ഞും കിടക്കുകയാണ്. മഴ പെയ്യുന്നതോടെ കാനകളിലെ ഒഴുക്ക് തടസ്സപ്പെടാനും ഇത് കാരണമാകുന്നുണ്ട്. മഴ ശക്തി പ്രാപിക്കുന്നതിന് മുൻപായി ഇതുവഴിയുള്ള യാത്ര സുഗമമാക്കുന്നതിനാവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അലക്ഷ്യമായി കൂട്ടിയിട്ട പ്ലാസ്റ്റിക് മാലിന്യത്തിന് പിഴ ചുമത്തി പുന്നയൂർ പഞ്ചായത്ത്. 50,000 രൂപ പിഴയടയ്ക്കാനും 10 ദിവസത്തിനുള്ളിൽ മാലിന്യം നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകി. അകലാട് ബദർ പള്ളിക്ക് സമീപം പടിഞ്ഞാപ്പുറത്ത് ഷാഹുവിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടുപറമ്പിലാണ് മാലിന്യം കൂട്ടിയിട്ടിരുന്നത്. വാടകയ്ക്ക് കൊടുത്തിരുന്ന എംപാനൽ ലൈസൻസ് ഉള്ള കരാറുകാരൻ പുന്നയൂർ പഞ്ചായത്ത് അറിയാതെ 2 പഞ്ചായത്ത് പരിധിയിൽ നിന്നുള്ള മാലിന്യമാണ് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടത്. ഇതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് പുറമെ ആശുപത്രികളിൽ നിന്നുള്ള കുപ്പികളും മെഡിസിൻ സ്ട്രിപ്പുകളും ഉൾപ്പെടുന്നുണ്ട്. അതേസമയം നാട്ടുകാരോ പരിസരവാസികളോ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നില്ല. മറ്റൊരു വ്യക്തി ഈ പറമ്പിനോട് ചേർന്ന് മൃഗങ്ങളുടെ തോലുകൾ കൊണ്ടുവന്നിട്ട് ദുർഗന്ധം വമിച്ചതിനെ തുടർന്നുണ്ടായ തിരച്ചിലിനിടെയാണ് മാലിന്യ കൂമ്പാരം കണ്ടത്. തുടർന്ന് പഞ്ചായത്ത് അധികൃതർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അറവ് മാലിന്യവും നീക്കം ചെയ്തു. തൃത്താല ഞാങ്ങാട്ടിരിയിൽ അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ഓട്ടോറിക്ഷയുടെ പിന്നിലിടിച്ചതോടെ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ കാൽനട യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തി. ഞാങ്ങാട്ടിരി സ്വദേശി ചീക്കരത്ത് വീട്ടിൽ മുഹമ്മദ് അലിക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. അപകട ദൃശ്യങ്ങൾ CCTV ന്യൂസിന് ലഭിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഭൂമിയെയും അതിന്റെ ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. വായുമലിനീകരണം, പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കുന്നുകൂടൽ, വനനശീകരണം തുടങ്ങിയ വലിയ പാരിസ്ഥിതിക വെല്ലുവിളികൾ നേരിടുന്ന പുതിയ കാലത്ത് ലോക പരിസ്ഥിതി ദിനാചരണത്തിന് വലിയ പ്രാമുഖ്യമാണുള്ളത്.
1972 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് ജൂൺ 5 പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ചത്. പരിസ്ഥിതി സംരക്ഷണം എന്നത് ഒരു ദിവസത്തെ ആചരണത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. നിത്യജീവിതത്തിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. മരങ്ങൾ നട്ടുവളർത്തുകയും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുകയും കുടിവെള്ളം പാഴാക്കാതിരിക്കുകയും വേണം. മഴവെള്ള സംഭരണികൾ നിർമ്മിച്ച് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളില്ലെന്നും നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഭൂമിയെ വരും തലമുറയ്ക്കായി നമുക്ക് കാത്തുവയ്ക്കാം. വിവിധയിടങ്ങളിലായി നടന്ന പരിസ്ഥിതി ദിനാചരണത്തിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ പ്രത്യേക ബുള്ളറ്റിൻ ഈ വാർത്തകൾക്ക് ശേഷം സംപ്രേഷണം ചെയ്യും. കണ്ണന്റെ കുട്ടിക്കാലം മുതലുള്ള വിവിധ ഘട്ടങ്ങളുടെ നൃത്താവിഷ്കാരവുമായി 60 കലാകാരന്മാർ അരങ്ങിലെത്തുന്ന ശ്രീകൃഷ്ണാർപ്പണം ഞായറാഴ്ച ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാത്രി 10 മുതൽ 12 വരെയാണ് നൃത്തസമർപ്പണം. തൃശൂരിലെ നാട്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് നൃത്താവിഷ്കാരം. പൂതനാമോക്ഷം, കാളിയമർദ്ദനം, കംസവധം, കുചേല സൗഹൃദം, ഗീതോപദേശം തുടങ്ങി മഹാവിഷ്ണു വിഗ്രഹം ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ചതുവരെ ആവിഷ്കരിക്കും. നൃത്തകലാകാരൻ ടി പി പ്രമോദാണ് ആവിഷ്കാരവും നൃത്ത സംവിധാനവും നിർവഹിക്കുന്നത്. 100ഓളം കലാകാരന്മാരുടെ മാസങ്ങളായുള്ള പരിശീലനത്തിന് ശേഷം കണ്ണനുള്ള സമർപ്പണമാണ് ശ്രീകൃഷ്ണാർപ്പണം എന്നും സംഘാടകർ അറിയിച്ചു. കലാകാരന്മാരായ ടി പി പ്രമോദ്, എ ശ്രീനാഥ്, നിത തങ്കച്ചൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കന്നുകാലികളുടെ വരവ് കുത്തനെ കുറഞ്ഞതോടെ ബീഫ് വിലയിൽ വൻ വർധനവ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകാലി വിതരണം തടസ്സപ്പെട്ടതാണ് വിപണിയിൽ പെട്ടെന്നുള്ള വിലക്കയറ്റത്തിന് കാരണം. ബീഫ് വില കിലോഗ്രാമിന് 500 രൂപയിലേക്ക് അടുക്കുകയാണ്. വിലക്കയറ്റവും കന്നുകാലികളുടെ ക്ഷാമവും മൂലം കനത്ത നഷ്ടം നേരിടുന്ന പശ്ചാത്തലത്തിൽ ഒട്ടുമിക്ക വ്യാപാരികളും ബീഫ് വിൽപ്പന താൽക്കാലികമായി നിർത്തേണ്ട അവസ്ഥയാണ്. മഹാരാഷ്ട്രയിൽ നിന്നും കേരളത്തിലേക്ക് കന്നുകാലികളുമായി പുറപ്പെട്ട 16 ലോറികൾ ഗോരക്ഷാഗുണ്ടകൾ വഴിയിൽ തടഞ്ഞ് തട്ടിയെടുക്കുകയായിരുന്നു. ഇതാണ് നിലവിലെ വിതരണ പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കന്നുകാലികളെ എത്തിക്കുന്ന വാഹനങ്ങൾക്ക് നേരെ നിരന്തരം അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് വ്യാപാരികളെയും ലോറി ജീവനക്കാരെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. സുരക്ഷിതമായി കന്നുകാലികളെ സംസ്ഥാനത്തെത്തിക്കാൻ കഴിയാത്തതാണ് വിപണിയിലെ പെട്ടെന്നുള്ള കടുത്ത ക്ഷാമത്തിന് കാരണം. ഉയർന്ന വിലയ്ക്ക് കന്നുകാലികളെ വാങ്ങി കുറഞ്ഞ വിലയ്ക്ക് ഇറച്ചി വിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് വ്യാപാരികൾ. കന്നുകാലി വിതരണം സുഗമമാക്കാനും വ്യാപാരികൾക്ക് സുരക്ഷ ഉറപ്പാക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഇറച്ചി വ്യാപാരികളുടെ ആവശ്യം. ശക്തമായ രീതിയിൽ സർക്കാർ മുൻകൈയെടുത്തെങ്കിൽ ചെക്ക് പോസ്റ്റിലെ ഈ ഗുണ്ടായിസ അവസാനിപ്പിച്ചെങ്കിൽ കന്നുകാലി കൊണ്ടുവരുന്നവർക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. എന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇറച്ചി ഈ 500 രൂപ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ നിന്ന് ഒരു കുറച്ച് കൊടുക്കാൻ പറ്റുള്ളൂ ജനങ്ങൾക്ക്. അല്ലെങ്കിൽ 500-600 രൂപ ഒക്കെ ആക്കേണ്ട പ്രതിസന്ധിയിലാണ് ഇപ്പോൾ വ്യാപാരികളുള്ളത്. വെളുത്തുരുത്തി ബ്ലൂമിംഗ് ബഡ്സ് വദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ കിൻഡർ ഗാർട്ടൻ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വർണ്ണാഭമായി സംഘടിപ്പിച്ചു. പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നുവന്ന കുഞ്ഞുങ്ങൾക്ക് ഹൃദ്യമായ സ്വീകരണമാണ് സ്കൂൾ അധികൃതരും അധ്യാപകരും ഒരുക്കിയത്. രക്ഷിതാക്കളോടൊപ്പം എത്തിയ വിദ്യാർത്ഥികളെ പൂക്കളും മധുരവും നൽകി അധ്യാപകർ സ്വീകരിച്ചു. ഫാദർ മത്തായി OIC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി എന്നിവർ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു. പഠനത്തോടൊപ്പം മൂല്യബോധവും സൃഷ്ടിപരമായ കഴിവുകളും വളർത്തിയെടുക്കാൻ വിദ്യാലയം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. പുതിയ കൂട്ടുകാരെയും അധ്യാപകരെയും പരിചയപ്പെട്ട കുഞ്ഞുങ്ങൾ ഏറെ ആവേശത്തോടെയാണ് വിദ്യാലയ ജീവിതത്തിന് തുടക്കം കുറിച്ചത്. പ്രവേശനോത്സവ ചടങ്ങിൽ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. വടക്കേക്കാട് പഞ്ചായത്ത് പൊതുശ്മശാനത്തിന്റെ നിർമ്മാണം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ ശ്മശാന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ ഒപ്പ് ശേഖരണത്തിന് തുടക്കമായി. പഞ്ചായത്ത് അധികൃതർ, ജില്ലാ കളക്ടർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നിവർക്ക് നൽകാനുള്ള നിവേദനത്തിലേക്കും ഭീമഹർജിയിലേക്കും വേണ്ടിയുള്ള ജനകീയ ഒപ്പ് ശേഖരണത്തിനാണ് നായരങ്ങാടി സെന്ററിൽ തുടക്കമായത്. പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നടന്ന ചടങ്ങ് ജനകീയ സമിതി കൺവീനർ പൂങ്ങാട്ട് മാധവൻ നമ്പൂതിരിയും ജോയിന്റ് കൺവീനർ മനോജ് വെള്ളക്കടയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ജനകീയ സമിതി കോർഡിനേറ്റർമാരായ അഖിൽ കണക്കഞ്ചേരി, സുബിൻ എഴുത്തച്ഛൻ വീട്ടിൽ, വിനു കണ്ടംപുള്ളി, വിനോദ് വാഴപ്പുറം, സംഗീത മനോജ്, ശ്രീനാഥ് കോളങ്ങാട്ടിൽ, രാജൻ കണക്കഞ്ചേരി, ബിനീഷ് നായരങ്ങാടി തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് അഞ്ഞൂർ മുതൽ ആറ്റുപുറം വരെയുള്ള പ്രധാന സെന്ററുകളിലും വീടുകളിലും മരണാനന്തര സമിതികളിലും ഒപ്പ് ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പയിനും ആരംഭിച്ചു. 3000 മുതൽ 4000 വരെ ഒപ്പുകൾ ശേഖരിച്ച് അധികൃതർക്ക് നിവേദനങ്ങളും ഭീമഹർജികളും നൽകാനാണ് സമിതിയുടെ തീരുമാനം.
കുടുംബശ്രീ എന്റർപ്രൈസ് ഇക്കോസിസ്റ്റം ശക്തിപ്പെടുത്തുന്നതിനും വളർച്ചാ സാധ്യതയുള്ള സംരംഭങ്ങളെ കണ്ടെത്തി പിന്തുണ നൽകുന്നതിനുമായി സംഘടിപ്പിക്കുന്ന പുനർജ്വാല ക്യാമ്പയിന്റെ ഭാഗമായി റീജിയണൽ തല ശില്പശാല കുന്നംകുളത്ത് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലയിലെ CDS ചെയർപേഴ്സൺമാർ, ഉപജീവന ഉപസമിതി കൺവീനർമാർ എന്നിവർക്കാണ് ശില്പശാല സംഘടിപ്പിച്ചത്. നഗരസഭാ ടൗൺ ഹാളിൽ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ അസിസ്റ്റന്റ് മിഷൻ കോർഡിനേറ്റർ PK രാധാകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൻസി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ, പോർക്കുളം CDS ചെയർപേഴ്സൺ ബിന്ദു, കുന്നംകുളം കുടുംബശ്രീ CDS 2 ചെയർപേഴ്സൺ രമണി, കുടുംബശ്രീ CDS 1 വൈസ് ചെയർപേഴ്സൺ ഷീജ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പരിശീലന ക്ലാസുകൾക്ക് NRO മെന്റർ ജോൺസൺ, DPMമാരായ ശോഭു നാരായണൻ, ദീപു K ഉത്തമൻ, ബ്ലോക്ക് കോർഡിനേറ്റർമാരായ VB ഗഗന, ഗ്രീഷ്മ AR, PV ചന്ദന എന്നിവർ നേതൃത്വം നൽകി. പുത്തനുടുപ്പും കുടയുമായി കുരുന്നുകളെത്തി. കുന്നംകുളം ബദനി സെന്റ് മേരീസ് നഴ്സറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വർണ്ണാഭമായി. പുതിയ അധ്യയന വർഷത്തെ വരവേറ്റ് കുന്നംകുളം ബദനി മാനേജ്മെന്റിന് കീഴിലുള്ള ബദനി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ബദനി സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് പ്രവേശനോത്സവം അരങ്ങേറിയത്. പുത്തൻ യൂണിഫോമും ബാഗും കുടയുമായി രക്ഷിതാക്കൾക്കൊപ്പമാണ് കുരുന്നുകൾ വിദ്യാലയമുറ്റത്തേക്ക് എത്തിയത്. സെന്റ് മേരീസിലെ കൊച്ചുകൂട്ടുകാരുടെ മനോഹരമായ സ്വാഗത നൃത്തത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. കുട്ടികൾ തങ്ങളുടെ പിതാക്കന്മാരോടൊപ്പം വേദിയിൽ അവതരിപ്പിച്ച നൃത്താവിഷ്കാരം ഏറെ ശ്രദ്ധേയമായി. സ്നേഹത്തിൻ്റെയും കുടുംബൈക്യത്തിൻ്റെയും ഉദാത്തമായ സന്ദേശം പകരുന്നതായിരുന്നു ഈ അവതരണം. ബദനിയിലെ പൂർവ്വ വിദ്യാർത്ഥികളായ CA ഗ്രിഗറി സാംവിൽസൺ, അദ്ദേഹത്തിൻ്റെ പത്നി ഡോക്ടർ അപർണ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. മുൻ ബദനി സെന്റ് ജോൺസ് പ്രിൻസിപ്പൽ ഫാദർ മത്തായി OIC ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി, ബദനി സെന്റ് ജോൺസ് പ്രിൻസിപ്പൽ K രാംദാസ്, സെന്റ് മേരീസ് പ്രിൻസിപ്പൽ റീന ഡേവിസ് എന്നിവർ സംസാരിച്ചു. കുരുന്നുകളായ അഡ്ലിൻ ഗ്രേസ് ഡിൽജോ സ്വാഗതവും എയ്സ്ലിൻ ഷൈൻ നന്ദിയും പറഞ്ഞു. പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവടുവെക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ ആവേശം പകരുന്നതായിരുന്നു പ്രവേശനോത്സവം. സംസ്ഥാന പാതയോരത്തെ കടവല്ലൂർ തോട്ടിൽ നിന്ന് പട്ടാപ്പകൽ വൻതോതിൽ ജലം ചൂഷണം ചെയ്യുന്നതായി പരാതി. ശക്തിയേറിയ മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം ടാങ്കർ ലോറികളിലേക്ക് ശേഖരിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതായാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അനധികൃതമായി വെള്ളം ശേഖരിക്കുന്നത് പതിവായിട്ടും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്നും ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം. മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലേക്കാണ് വെള്ളം കൊണ്ടുപോകുന്നതെന്നും നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ കുടിവെള്ളം എന്ന ബോർഡ് പതിച്ച ടാങ്കറുകളിലൂടെ സമാന രീതിയിൽ ജലക്കടത്ത് നടന്നതായും പ്രദേശവാസികൾ ആരോപിച്ചു. ജലചൂഷണം പൂർണ്ണമായി തടയാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും പ്രകൃതി വിഭവ സംരക്ഷണത്തിനായി ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്. വൈസ്മെൻ ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 2 ഗവർണറുടെ സ്ഥാനാരോഹണവും ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് മഴക്കൂട്ട് വിതരണവും നടന്നു. വൈസ്മെൻ ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജിയൻ ഡിസ്ട്രിക്ട് 2വിന്റെ പുതിയ ഡിസ്ട്രിക്ട് ഗവർണറായി വൈസ്മെൻ VK ഡെന്നി ചുമതലയേറ്റു. കുന്നംകുളം ലിവ ടവറിൽ നടന്ന ചടങ്ങിൽ റീജിയണൽ ഡയറക്ടർ ഇലക്ട് വൈസ്മെൻ മാത്യു വെട്ടോത്ത് സ്ഥാനാരോഹണ കർമ്മം നിർവഹിച്ചു. ഡിസ്ട്രിക്ട് ഗവർണർ വൈസ് വുമൺ ബിന്ദു അപ്പുമോൻ അധ്യക്ഷയായി. കുന്നംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ് സ്ഥാനാരോഹണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. പുതിയ ഭാരവാഹികളായി വൈസ്മെൻ ഗിൽബർട്ട് പാറമൽ ഡിസ്ട്രിക്ട് സെക്രട്ടറി, വൈസ്മെൻ സക്കറിയ ചീരൻ ഡിസ്ട്രിക്ട് ട്രഷറർ, ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ടായി മിനി ചാർലി എന്നിവരും ചുമതലയേറ്റു. ക്ലബിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വൈസ്മെൻ ഡിസ്ട്രിക്ട് 2 പുതിയ വർഷത്തെ ഡിസ്ട്രിക്ട് സർവീസ് പ്രൊജക്ടിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. ഇതിന്റെ ഭാഗമായി കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ മുഴുവൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുമുള്ള മഴക്കോട്ടുകളുടെ വിതരണോദ്ഘാടനം മുൻ റീജിയണൽ ഡയറക്ടർ വൈസ്മെൻ വർഗീസ് ചെറി നിർവഹിച്ചു. മുൻ റീജിയൻ ഡയറക്ടർ വൈസ്മെൻ PI അനിൽ, വൈസ്മെൻ ഷൈജൻ ജോബ്, വൈസ്മെൻ വർഗീസ് ജോൺ, CS ജീസൺ, ബെൻസൺ വിൻസെന്റ്, ജെബീന വർഗീസ്, വൈസ്മെൻ ഗിൽബർട്ട് ചെറിയാൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം റോയൽസ്, വൈസ് വുമൺ, ഗുരുവായൂർ പൊന്നാനി എന്നീ വൈസ്മെൻ ക്ലബ്ബുകളിലെ കുടുംബാംഗങ്ങളും കുന്നംകുളം റോട്ടറി, ലയൺസ്, KGF, YMCA തുടങ്ങിയ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളിലെ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു.
കർഷകർക്ക് ശാസ്ത്രീയ കൃഷിരീതികൾ പരിചയപ്പെടുത്തുകയും മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പൂക്കോട് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ മണ്ണ് പരിശോധനാ ക്യാമ്പയിനും റിപ്പോർട്ട് വിതരണവും സംഘടിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാനി റിജിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് ബാജു മണ്ണ് പരിശോധനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വളപ്രയോഗം ക്രമീകരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും പരിശീലന ക്ലാസ് നയിച്ചു. കൃഷി ഓഫീസർ റിജിത്ത്, നഗരസഭാ കൌൺസിലർമാരായ ബഷീർ പൂക്കോട്, ലിസി ബൈജു, നീതു പ്രബിൻ, അഷ്കാഖ്, സച്ചിൻ എന്നിവർ സംസാരിച്ചു. BCLP കോട്ടപ്പടി, RCUP സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. CPIM മുതിർന്ന നേതാവ് നീലാമാക്കിൽ മാധവന്റെ നിര്യാണത്തിൽ പന്നിത്തടത്ത് സർവകക്ഷി അനുശോചനം സംഘടിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് അധ്യക്ഷനായി. AC മൊയ്തീൻ MLA അനുസ്മരണം നടത്തി. ഷറഫു പന്നിത്തടം, കരീം പന്നിത്തടം, ജനു വെള്ളറക്കാട്, ജോൺസൺ, KD ബാഹുലയൻ, മീന സാജൻ, ഫ്രാൻസിസ് കൊള്ളന്നൂർ, PS പ്രസാദ്, KM അഷ്റഫ്, CM അബ്ദുൾ നാസർ, T അരവിന്ദാക്ഷൻ, അനില ജോസഫ്, KR സിമി, CH ലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ ഏകദിന സുവിശേഷ യോഗം ജൂൺ 7 ഞായറാഴ്ച നടക്കും. വടക്കാഞ്ചേരി റോഡിലെ വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 5 മണി വരെയാണ് യോഗം. ബിനോയ് എബ്രഹാം കൂത്താട്ടുകുളം ദൈവവചന സന്ദേശം നൽകും. വാഹന സൌകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നും എല്ലാ മാസവും ഇതേ ഹാളിൽ സുവിശേഷ യോഗം ഉണ്ടായിരിക്കുന്നതാണെന്നും കാൽവറി പ്രയർ ഫെലോഷിപ്പ് ഭാരവാഹികൾ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ക്രമാതീതമായ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനയ്ക്കെതിരെ സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ചൂണ്ടൽ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പ്രകടനം നടത്തി. അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ച് പ്രസിഡന്റ് PC ജോർജ്, സെക്രട്ടറി PA ഭാസ്കരൻ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,275 രൂപ, പവന് 1,14,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 275 രൂപ. ചരമം മഴുവഞ്ചേരി അറങ്ങാശ്ശേരി പരേതനായ തോമ ഭാര്യ മേരി നിര്യാതയായി. 92 വയസ്സായിരുന്നു. സംസ്കാരം എരനല്ലൂർ കൊന്തമാതാവിൻ പള്ളി സെമിത്തേരിയിൽ നടത്തി. ലില്ലി, ജോസ്, സൈമൺ, ഡെയ്സി, ബെന്നി എന്നിവർ മക്കളാണ്. കുനമുച്ചി പെലക്കാട്ട് പയ്യൂർ തരകൻ ലോനപ്പൻ ഭാര്യ ലില്ലി നിര്യാതയായി. 70 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10-ന് കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ചിറ്റഞ്ഞൂർ പള്ളിക്ക് സമീപം താമസിക്കുന്ന പരേതനായ മണപ്പറമ്പിൽ കുമാരൻ ഭാര്യ നളിനി നിര്യാതയായി. 72 വയസ്സായിരുന്നു. മനോജ്, സവിത എന്നിവർ മക്കളാണ്. സംസ്കാരം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. കുന്നംകുളം തെക്കേപ്പുറത്ത് വീട്ടിൽ റിട്ടയേർഡ് SBI ജീവനക്കാരൻ വിജയൻ നിര്യാതനായി. 71 വയസ്സായിരുന്നു. സുഭിക്ഷ ക്യാന്റീൻ ജീവനക്കാരി രമ ഭാര്യയും ബിന്ദു, ഇന്ദു, മഹേഷ്, പാർത്ഥിവ് എന്നിവർ മക്കളുമാണ്. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കുന്നംകുളം നഗരസഭാ വാതക ശ്മശാനത്തിൽ നടത്തും. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. മലപ്പുറം തേഞ്ഞിപ്പാലം കോഹിനൂരിൽ നിർത്തിയിട്ട ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറിയ അപകടം. പന്നിത്തടം സ്വദേശികളായ ദമ്പതികളും ഇവരുടെ ബന്ധുവും ഉൾപ്പെടെ 3 പേർ മരിച്ചു. പന്നിത്തടം നീണ്ടൂർ കോട്ടപ്പുറത്ത് വീട്ടിൽ ഇബ്രാഹിമിന്റെ മകൻ ഷാഫിദ്, ഭാര്യ ഷഹീന, ബന്ധു ആലങ്കോട് സ്വദേശി ജഹാന എന്നിവരാണ് മരിച്ചത്. പോർക്കളയങ്ങാട് അയ്യപ്പ ക്ഷേത്രത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. ഇഞ്ചിക്കുന്ന് ആലിക്കൽ വീട്ടിൽ 43 വയസ്സുള്ള നിഷാദാണ് മരിച്ചത്. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശൂന്യവേള അനുവദിക്കാത്തതിനെ ചൊല്ലി കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ വീണ്ടും ബഹളം. തെരുവുനായ ആക്രമണത്തെ സംബന്ധിച്ച് ചർച്ച അനുവദിക്കാത്തതിനെ തുടർന്ന് RMP കൌൺസിലർമാർ പ്രതിഷേധിച്ചതാണ് ബഹളത്തിനിടയാക്കിയത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരം ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കടുത്ത വാദപ്രതിവാദവും ബഹളവും. 1 മണിക്കൂറിലധികം നീണ്ട പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്കൊടുവിൽ ഫുട്ബോൾ ആരാധകർക്കായി ഇത്തവണയും ഗുരുവായൂർ ടൗൺ ഹാളിൽ ബിഗ് സ്ക്രീനിൽ ലോകകപ്പ് മത്സരം പ്രദർശിപ്പിക്കാൻ കൌൺസിൽ തീരുമാനിച്ചു. കന്നുകാലികളുടെ വരവ് കുത്തനെ കുറഞ്ഞതോടെ ബീഫ് വിലയിൽ വൻ വർധനവ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകാലി വിതരണം തടസ്സപ്പെട്ടതാണ് വിപണിയിൽ പെട്ടെന്നുള്ള വിലക്കയറ്റത്തിന് കാരണം. വിലക്കയറ്റവും കന്നുകാലികളുടെ ക്ഷാമവും മൂലം കനത്ത നഷ്ടം നേരിടുന്ന സാഹചര്യത്തിൽ ബീഫ് വിൽപ്പന താൽക്കാലികമായി നിർത്തേണ്ട അവസ്ഥയെന്ന് വ്യാപാരികൾ.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.